ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മധുരം കഴിക്കാനായിട്ടൊരു ഭയങ്കര കൊതി. എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അമൂലിൻ്റെ ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡ് ഇരിക്കുന്നുണ്ട്. അമൂലിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ. നമുക്ക് ഇത് വെച്ചിട്ടൊരു അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്താലോ. മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തണുത്ത പാലാണേ. ഇതിലേക്ക് 2-3 സ്കൂപ്പ് നമ്മുടെ അമൂലിൻ്റെ ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കും. പല രീതിയിൽ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അമൂലിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കട്ടെ. ഞാൻ വർഷങ്ങളായിട്ട് അമൂലിൻ്റെ ബട്ടറും ചീസ് സ്പ്രെഡൊക്കെയാണ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം ഇതിൻ്റെ ഗുണനിലവാരമൊക്കെ. നമ്മൾ ഈ ഒരു സ്പ്രെഡ് വെച്ച് പാൻ കേക്ക്സ്, ബ്രെഡ്, ബ്രൗണി, കുക്കീസ് എല്ലാം ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ അടിപൊളിയാണ്. ഈ സ്പ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഏത് റെസിപ്പീസ് ആണെങ്കിലും അത് ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഗുണനിലവാരം ഒന്നിനധികം മെച്ചമായിരിക്കും. അപ്പോൾ ഷേക്കും കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്രഞ്ചി ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഹേസൽനട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് 2-3 സ്കൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ കേക്ക്സിലൊക്കെ ഈ സ്പ്രെഡ് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഏത് ഫ്ലേവറിലുള്ള വേഫർ ആണെങ്കിലും കുഴപ്പമില്ല. വേഫർ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് 2-3 സ്പൂൺ നമ്മുടെ ഹേസൽനട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബോൾ ആക്കി എടുക്കുക. ഈ ബോളിൻ്റെ നടുക്കിലൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ച ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡ് ഇല്ലേ, അത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ബോൾ ആക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ബോൾസ് ആണേ ഒന്ന് റോൾ ചെയ്ത് എടുത്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ആയിക്കോളും. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ഈ ഫെറോറോ റോഷറൊക്കെ കഴിക്കുന്ന ഒരു ഫീലിങ്സ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ സ്പ്രെഡിൻ്റെ ഒരു ടേസ്റ്റും മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണേ അമൂലിൻ്റെ ഈ ചോക്ലേറ്റ് ഹേസൽനട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.